ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നാടൻ ചിക്കൻ കറിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ നാടൻ കോഴിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കിലോളം ഇറച്ചി ഉണ്ടാവും. ഇത് ഞാൻ നന്നായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് നന്നായി ഒരു അരമണിക്കൂർ മുമ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേവ് കുറച്ച് കൂടുതലായിരിക്കും. ഇതിനോടൊപ്പം ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് വേവിക്കണം. ഇനി നമുക്ക് ചിക്കന്റെ മസാലയാണ് വേണ്ടത്. അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ മല്ലിയും മുളകും വറുത്ത് പൊടിച്ച മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3/4 കപ്പോളാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ പൊടി ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചിക്കനിൽ ഇടുന്നില്ല, മറിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്ത് മിക്സിയിലിട്ട് നന്നായി അരച്ച് ചാന്ത് പോലെ അരച്ചിട്ടാണ് ഞാൻ കറി. ഇപ്പൊ നമ്മുടെ മസാലപ്പൊടി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇത്തിരി ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കൻ പെരട്ടി വെച്ചപ്പോ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്കും കൂടി കുറച്ചേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ നാടൻ ചിക്കൻ കറിയിൽ നമ്മൾ ഒരിക്കലും ഗരം മസാലയും അതുപോലെ ചിക്കൻ പൗഡറും ഇടില്ല. നമ്മൾ ഈ മല്ലിയും മുളകും വറുത്ത് പൊടിച്ചത് മാത്രമേ ഇടൂ. ചിക്കൻ നന്നായി വേവിച്ചിട്ടുണ്ട്. ഞാൻ തുള്ളി വെള്ളം പോലും ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും ഇതിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ച മസാല ഇട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞതും 5-6 വെളുത്തുള്ളിയും നന്നായിട്ട് ഇനി ഫ്രൈ ചെയ്യാം. പിന്നെ നാടൻ ചിക്കൻ കറിയിൽ ചെറിയ ഉള്ളി തന്നെ ഇടാൻ ശ്രദ്ധിക്കണം, സവാള ഇടരുതേ, എന്നാലേ നല്ല സ്വാദ് ഉണ്ടാവും. ഇപ്പൊ നമ്മളെ വെളുത്തുള്ളിയും ചെറിയുള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. അല്പം കറിവേപ്പിന്റെ ഇലയും കൂടി. മസാല ചേർത്ത് ചിക്കൻ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇത് നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ എത്ര വേവിച്ചാലും അധികാവില്ല. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ സമയത്താണ് ഉപ്പ് കുറവുണ്ടോന്നൊക്കെ നോക്കി, കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങാ കൊത്തും കൂടി ഇടുന്നുണ്ട്. ഇതാ നമ്മളെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്, അതുപോലെ നല്ല സ്വാദും ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കി. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.